ഹലോ ഫ്രണ്ട്സ്, ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. നമുക്ക് 4 കോംബോ ആണ് നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 460 ഇൻക്ലൂഡിങ് CC ആയിട്ടുള്ള കോംബോകളാണ് കേട്ടോ. 4 എണ്ണം ഉള്ളത്. 4ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ മാക്സിമം വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും കോമൺ ആയിട്ട് അങ്ങനെ ഒന്നിലും വരുന്നില്ല. എല്ലാതും 3 പ്ലാന്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാ കോംബോയിലും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോംബോയുടെ കൊറിയർ നമുക്ക് വന്നിട്ട് ബുധനാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോയുടെ ബുധനാഴ്ചയാണ് നമുക്ക് കൊറിയർ. കാരണം കഴിഞ്ഞ ആഴ്ചയിലത്തൊക്കെ നമുക്ക് ബെൻഡിങ് നിൽക്കുന്നുണ്ട് മൺഡേ അയക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ നമുക്ക് ഇനി ബുധനാഴ്ചയാണ് കേട്ടോ. ഈ വരുന്ന ബുധനാഴ്ചയാണ് വരുന്നത് നമുക്ക് കൊറിയർ. അപ്പോൾ ഓരോ കോംബോകളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. 460 ഇൻക്ലൂഡിങ് CCയിലാണ് കേട്ടോ കോംബോ വരുന്നത്. നമ്മുടെ ഫസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റൈസ് നാരോല്, റൈസ് ലീഫ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അതിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ വരുന്നത് റൂബി ബാത്തിക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇല്ലേ, അതിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ID വന്നിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്, ഇങ്ങനെ ഗ്രീനും. എനിക്ക് തീരെ അറിയില്ല ഇതിൻ്റെ ID എന്താണെന്നുള്ളത്. പറയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളോ. ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോംബോ വരുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ലെമൺ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇല്ലേ, അത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതാണ് പ്ലാന്റ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് യെല്ലോ പപ്പായ ഇല്ലേ, യെല്ലോ പപ്പായയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതേ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ID എനിക്ക് ഇതിൻ്റെയും കറക്റ്റ് അറിയില്ല. ഇതിൽ കാണുന്ന ഈ റെഡ് കളറുണ്ട്, ശരിക്കും നമ്മുടെ സ്റ്റാർഡസ്റ്റ് പോലെ നല്ല റെഡിഷ് ആയിട്ട് വരും കേട്ടോ. ഇത് റെഡ് സ്റ്റാർഡസ്റ്റ് പോലെ, പക്ഷേ സ്റ്റാർഡസ്റ്റ് അല്ല കേട്ടോ. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കണ്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് കോംബോ കേട്ടോ. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് വൈറ്റ് അല്ല, ഗ്രീൻ ലഗാച്ചിയുടെ വലിയൊരു പ്ലാന്റ്. അതുപോലെ തന്നെ പിങ്ക് ഡാൽമൻഷൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് കണ്ടില്ലേ. പിന്നെ വരുന്നത് ഇതേ ഈ ഒരു വെറൈറ്റി. ഈ ഒരു വെറൈറ്റിയുടെ ID എനിക്കറിയില്ല കേട്ടോ. എന്താണ് ഇതിൻ്റെ ID വരുന്നത് എന്നുള്ളത് തീരെ അറിയില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഈ ലാസ്റ്റ് കോംബോ നമ്മുടെ. ഇതിനകത്ത് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പീക്കോക്കിൻ്റെ വലിയൊരു പ്ലാന്റ് ഉണ്ട്. ഇതേ കണ്ടില്ലേ, അഗ്ലോണിമ പീക്കോക്കിൻ്റെ വലിയൊരു പ്ലാന്റ്. പിന്നെ വരുന്നത് തായ് ഫ്രോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. തായ് ഫ്രോസിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ് കേട്ടോ. അതേ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ. അപ്പോൾ 4 കോംബോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4ൻ്റെയും ഒരേ സെറ്റേ നമുക്ക് എടുക്കാനായിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. ഇതിൽ കാണുന്ന ഒരേ സെറ്റിനെ എടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻക്ലൂഡിങ് CC ആണ്. കൊറിയർ വന്നിട്ട് ബുധനാഴ്ചയാണ്, ഇനി വരുന്ന ബുധനാഴ്ചയാണ് കൊറിയർ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇതിലേതെങ്കിലും കോംബോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഞാൻ റിപ്ലൈ തരും.